രമേ, ഇന്ന് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. നാളെയേ ഉള്ളൂ. നീ എന്താ കുളിക്കാൻ തുടങ്ങായിരുന്നു? നീ എന്റെ പൗരുഷത്തെയാണ് ചോദ്യം ചെയ്തത്. നിന്നെ ഞാൻ നിന്നെ തല്ലുന്നില്ല. തല്ലിയാൽ ഞാനും നീയും തമ്മിൽ പിന്നെ എന്താടാ വ്യത്യാസം? നിങ്ങൾ ഡ്രസ് ചെയ്ത് പുറത്തേക്ക് വരൂ. രമേ, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എന്നില്ലാത്ത എന്തോ ഒരു പ്രത്യേകത നീ ഇവനിൽ കണ്ടു. നിനക്കിഷ്ടപ്പെട്ടു. ഞാൻ തടസ്സം നിൽക്കുന്നില്ല. വേണ്ട, ഒന്നും പറയണമെന്നില്ല. ഈ സന്ദർഭത്തിൽ വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പാടില്ല. അവിടെ വീഴൂ. ജയന്റെ കാലിൽ. ഇനി അവനാണ് നിനക്കെല്ലാം. പൊയ്ക്കൊള്ളൂ. പൊയ്ക്കൊള്ളാൻ. ജയൻ, ഇവളെയും കൊണ്ട് പോകൂ. പോകാൻ. വരൂ. ഒരു കാര്യം കൂടി. നാളെ ഇവനേക്കാൾ പ്രത്യേകത നിനക്ക് മറ്റൊരാളിൽ തോന്നിയേക്കാം. അപ്പൊ ഞാൻ ചെയ്തതുപോലെ ഇവൻ ചെയ്യണമെന്നില്ല. സൂക്ഷിച്ച് ജീവിക്കൂ. നിങ്ങൾ തമ്മിൽ പിരിയാതിരിക്കട്ടെ. ഗുഡ് ബൈ. അതിനുശേഷം ഈ അടുത്ത കാലത്താണ് ഞാൻ അവരെ കാണുന്നത്. സുധ എന്തിന് കരയുന്നു? സാറിന്റെ ദുഃഖോർത്ത്. കരയരുത്. കണ്ണുനീർ തുടയ്ക്കൂ. ഞാൻ എപ്പോഴും പറയാറില്ലേ, കണ്ണുനീർ ഒന്നിനും പരിഹാരമാവില്ലെന്ന്. ഇതാ, ഇതുകൂടി ടൈപ്പ് ചെയ്തുകൊണ്ട് വരും. എഴുന്നേക്കടോ. നാടല്ലടാ, കാലിലെ കെട്ടൂരിപ്പോ. എന്തുണ്ടടാ കളക്ഷൻ? ഇന്ന് വലിയ ഗുണം പോരാ മുതലാളി. ഗുണം പിടിക്കണമെങ്കിൽ ഉറക്ക നിലവിളിക്കണവടാ. നിലവിളിച്ച് ചങ്ക് പൊട്ടി. പൊട്ടട്ടെ, ചുമ്മാ പൊട്ടട്ടെ. ചുമ്മാ അല്ലല്ലോ, ദിവസവും ശമ്പളം എണ്ണി തരുന്നില്ലേ? നല്ലപോലെ വിളിക്കാം മുതലാളി. ആ, പിന്നൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി പണ്ടത്തെ പോലെ കളക്ഷനും തന്നാ പോരാ. സൈക്കിള് വാങ്ങിച്ചിരിക്കുകയാണ്, കണ്ടല്ലോ. ആ, നില മാറുന്ന അനുസരിച്ച് തെണ്ടണം. തെണ്ടിക്കോളാം മുതലാളി. അയ്യോ, കണ്ണ് കാണാൻ വയ്യേ. കണ്ണല്ലടാ കാല്. അതെ, കാല് വയ്യാത്തവനാണ്. അയ്യോ, എന്റെ കാലും പോയേ. ഉരുടനാണേ, വല്ലതും തരണേ. ഉരുടനാണേ വല്ലതും തരണേ. കണ്ണു തുറക്കടാ. ഇത് ഞാനാ മുതലാളി. അയ്യോ, മുതലാളിയോ? എന്തുണ്ടേ കളക്ഷൻ?
ഇത്രേ ഉള്ളൂ? ഇത്രയും കിട്ടിയുള്ളൂ മുതലാളി. ഇത്രേ കിട്ടിയുള്ളൂ. നീയാണ് എന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കള്ളത്തണ്ടി. നാളെ മുതൽ കളക്ഷൻ കുറഞ്ഞാ എനക്കെന്നെ അറിയാമല്ലോ. എന്റെ പ്രകൃതം മാറും. വിളിയടാ മുതലാളി എന്നെ അല്ലടാ കണ്ണു കാണാൻ വയ്യ എന്ന് വിളി. രണ്ട് കണ്ണും കാണാൻ വയ്യാത്തവനാണ്, വല്ലതും തരണേ. ഹലോ ഹലോ, ലതയാണോ? എവിടുന്നാ? ഓക്കെ ലതേ, ഞാൻ അങ്ങോട്ട് വരണമെന്ന്. ലത പറയൂ. ശരി, ഞാൻ ഇപ്പൊ വന്നേക്കാം. ഹലോ, ആ റൂം നമ്പർ 23 ഒന്ന് വേണമല്ലോ. ഹലോ, സതീഷല്ലേ? ആ ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. ആ അതേടാ. ഇന്ന് നമുക്കൊരു പടത്തിന് പോകാം. ലവ് സ്റ്റോറിക്ക് ഞാൻ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏത് ഷോയ്ക്കാ? 3 മണിക്കുള്ള മാറ്റിനിക്ക്. ഇപ്പോ മണി 1 ആയുള്ളൂ. ആ നമുക്കൊരു കാര്യം ചെയ്യാനല്ലേ, ഇവിടെ അടുത്ത ഹോട്ടലിൽ എന്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. ദുബായിൽ നിന്ന് വന്നതാ. നമുക്കൊന്ന് പോയി കണ്ടേച്ചു വരാം. വേണ്ട, ഞാനില്ല. ഒരു 5 മിനിറ്റ് കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചു പോരാം. അവനിന്ന് വൈകിട്ട് മടങ്ങിപ്പോവും. രാവിലെ മുതൽ ഫോണിൽ വിളിക്കുന്നതാ. പ്ലീസ്. ശരി, വേഗം തിരിച്ചു പോരണം. ഓക്കെ ഓക്കെ. വരൂ. ഹലോ, ഇതാരും മോഹനോ? വരൂ ഇരിക്കൂ ഇരിക്കൂ. അല്ല, ഇതാര്? തന്റെ വൈഫോ? വൈഫായില്ല, വിവാഹം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. പേര് ലത. ആ ലതേ, ഇതെന്റെ ഒരു പഴയ സുഹൃത്താണ്, മിസ്റ്റർ സതീഷ്. ദുബായിക്കാരനാ. ആ തനിക്കെന്താണ് ഒരു പ്രയാസം? ഒന്നുമില്ല. ഇവരുമായി വരുന്ന കാര്യം തനിക്കൊന്ന് നേരത്തെ വിളിച്ച് പറയാമായിരുന്നല്ലോ. ഓ, അപ്പൊ വിളിച്ച് അനുവാദം ചോദിച്ചിട്ടേ വരാൻ പാടുള്ളൂ. അല്ല, പിന്നെ എനിക്ക് 1:30 എയർപോർട്ട് വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അത് ശരി, അപ്പൊ ഞങ്ങൾ പോകണം അല്ലേ? ശരി, പോവാ. ഇരിക്കടോ, താൻ എന്തൊരാളാ. ഞാൻ അവനെ കണ്ടിട്ട് 1 മണിക്കൂറിനുള്ളിൽ വരും. അതിനായി. അപ്പൊ പോയിട്ട് വാ. ആ പിന്നെ ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് പോയിക്കളല്ലേ. വേണ്ടായിരുന്നു, നമുക്ക് പോകാം. അത് ശരിയല്ല. ഇനി അവൻ വന്നിട്ട് നമുക്ക് പോവാം. എന്തിനാ കഥ കടയ്ക്കുന്നേ? അതെ, ഹോട്ടലല്ലേ, വരുന്നവരും പോകുന്നവരും ഒക്കെ നോക്കിക്കൊണ്ട് പോവും. പ്രത്യേകിച്ചും ഒരു പെണ്ണിരിക്കുന്ന കണ്ടാൽ. അയ്യോ, കളക്ഷൻ ഇടാ. എന്താടോ, 12 രൂപയോ?